സമാധാനമായിട്ട് ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ മണ്ണും. ഓക്കെ ഫ്രണ്ട്സ്, റൂട്ട്സ് ഷോ വേറെ ഒന്നുമല്ല, ഇന്ന് പ്ലാനിങ് ഒന്നും ഇല്ല. നമ്മുടെ പയ്യൻ കൊണ്ടുണ്ട് അറിയാലോ, സാറെ വിളിച്ച് സാറിന് ഗുണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പത്തന്നെ രാവിലെ ഇങ്ങനെ വൈകുന്നേരം വിളിച്ചാൽ അപ്പോൾ രാവിലെ ഞങ്ങൾ എവിടെ നിന്ന് ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആലുവ എടപ്പള്ളി റൂട്ടിലാണ്. ചായ അങ്ങനെ ചായ കുടിക്കാന്ന് അറിയാലോ, തുടക്കം നമുക്കില്ല. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് പറയാം എവിടെ എത്തിയെന്ന്. നമുക്ക് ഇപ്പോഴും പ്ലാനിങ് ഒന്നുമില്ല. അപ്പം നമ്മുടെ കൂടെ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വേറൊന്നുമല്ല, ആനാടിക്കുത്ത് എന്ന സ്പോട്ടിൽ വന്നേക്കണം. പക്ഷേ പ്ലഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, റോഡ് പണി നടന്നേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടക്കേണ്ടി വരും. നടക്കണം, നടക്കാതെ വേറെ ഓപ്ഷനില്ല. വരുമോ നീ മറ്റേ ലുലു മാളിൽ വന്നേക്കല്ല, ആനാടിക്കുത്ത് വന്നേക്ക അത് കാണാവുന്നില്ല. കൊള്ളാം, വാ വാ വാ. അയ്യോ, നടവ് നടക്ക്. ഇങ്ങോട്ട് മഴ പെയ്യോ? ഇല്ലടാ, മഴ പെയ്യില്ലടാ. എടുത്തേക്ക് ഈ സാധനമൊക്കെ ആയിട്ട് നടക്കണ്ട മച്ചാണ്. കളറെങ്കിലും മര്യാദക്കളെ ഇങ്ങോട്ട് കാണിക്കാൻ പാടില്ല. കളർ ഉണ്ടോ എന്താണ്ടത്? ആ സാധനം എടുത്തു. അത് മച്ചാന്റെ വരവ് വേണ്ട. മറ്റേ ഫോറൻ മാളിലും ലൂ മാളിലൊക്കെ പോയി മറ്റേ ഏത് കാട്ടിലൊന്നൊക്കെയാണ്. അത് തന്നെ ഊരി, അതൊക്കെ നല്ലത്. ഉൾക്കൈ പിന്നെ പൊന്നുമണി വരുമോ നീ? മഴ പെയ്യില്ല, മഴ പെയ്താലും കൊള്ളണത്തിന് കൊള്ളാം. അത് നടപടിയാവില്ലെങ്കിൽ എനിക്കോ ചെയ്ത് വെച്ചേക്ക് തിരിച്ചു വെച്ചു. എന്തായാലും മഴ പെയ്യും, കൊള്ളണ്ടിരിക്കും. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നടക്കാത്തൊരു ഓപ്ഷൻ പോകണമെങ്കിൽ ചുറ്റിയും കറങ്ങിയൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഈ പല സ്ഥലത്തേക്ക്. കാരണം റോഡ് വഴിയാണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കണം. നടക്കൽ ബ്രിഡ്ജ് നടന്നിരിക്കണം. ഫ്രണ്ട്സ്, വേറെ 1.5 മണിക്കൂർ നടത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ലെഫ്റ്റ് നല്ല മൂടാണ്ടോ. വണ്ടി കുഴപ്പമില്ല, റോഡ് പണിയിട്ട് എൻ്റെ മദറ. ബിരിയാണി ഇട്ടൂടാ, ബിരിയാണി ഇട്ടൂടാ. ബിരിയാണി കഴിക്കടാ, വിശക്കണ്ട. കാണിക്കുന്നുണ്ട്. ഈ പാറക്കല്ല് കയറണോടാ, നോക്കിയ അതെ. പാറക്കല്ലിനെ കൂടെ ആണെങ്കിൽ വിട്ടുപിടിച്ചോട്ടാ, ചാലില്ലെങ്കിൽ ഇല്ലൊന്നും.
ഫ്രണ്ട്സ് വേണ്ട ഇവിടെ കയറി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വൈബാണ്. ഇറങ്ങുന്ന കാര്യത്തൊക്കെ ചിന്തിക്കാൻ പറ്റുള്ള. അതെ, എടാ ഒരു ഡെഡ്ലി കുരങ്ങാണ്. ഡെഡ്ലി കുരങ്ങൻ കുരങ്ങ ഓടിച്ചിട്ടുണ്ടെങ്കിലേ മോനെ ഇവിടെ ഉരുണ്ടങ്ങാട് പോവാം. അത്യാവശ്യം കേട്ടോണ്ട് പിന്നെ കാണുന്ന എനിക്ക് മനസ്സിലായിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല. കാണിച്ചുതരാം. തെന്നാണ് കേട്ടോ. വരുമ്പോൾ ആടിച്ചു ചപ്പാടിയൊക്കെ സ്പീഡിലൊക്കെ ഒരാളെ മൂടൊക്കെ ആണെങ്കിൽ മാറ്റി വെച്ചു. നല്ല സീനാവും. നല്ല തെന്നുണ്ട്, മരമുണ്ട്, തെന്നിക്കിടക്കെ. ഇവിടെ ആരാണ്ടും ഈ മാലയും മൂട് കളിച്ചിട്ടുണ്ട്. ഈ മാലത്തെ പോയിട്ട് ഇങ്ങനെ സംഭവം ആ സാധനങ്ങൾ കളിച്ചോണ്ടോ. ഓക്കെ ഓക്കെ. പിന്നെ അവന് ആംബുലൻസ് ഒന്നും ഇല്ല. പിന്നെ പോലീസ് ഞങ്ങളൊന്ന് ചൂടായി. പോലീസ് ഈ കുഴിയിൽ പോയെന്ന് പറഞ്ഞിട്ട് അത്ര ആ ഭാഗത്തു നിന്നാണ് ഇവൻ പോയത്. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ നോക്കില്ലേ, ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴത്തേക്കും അവിടെ തെങ്ങി ഞങ്ങൾ കൂടി താഴെ പോകും. സ്ഥലമാണ് അത്. അതാണ് വേറെ തെങ്ങുകളൊന്നുമില്ല. അതിൽ പോകാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ആ ഊർക്കാത്ത അതിനെ പോകും. ആ അപ്പുറത്തെ സൈഡ് നടന്നു വരുന്ന സൈഡിൽ ഞാൻ കുമ്മായി വന്നിട്ട് കൂടി ആൾക്കാർ കിട്ടാനാണ്. അതവിടെ ഒരു വിഷയമില്ല. അവിടെ കുമ്മായങ്ങളുടെ കളി കൊടുത്തിരിക്കുന്നല്ലോ. ആ അതാ വെച്ച് വന്നാൽ കുമ്മായത്തെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ് അപ്പം പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ വേറെ ഒന്നുമല്ല. ഇവിടെ ലാസ്റ്റ് ടൈം ഒരു ചെക്കൻ വന്നിട്ട് അവനിവിടെ വന്നിട്ട് ആ ഭാഗത്തുനിന്ന് നേരെ അറ്റം വരെ പോയിട്ട് സ്ലിപ്പ് ചെയ്ത് നിലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നടുവൊക്കെ ഒടിഞ്ഞെന്ന് പറഞ്ഞു. നടുവൊടിഞ്ഞ് ആകെ മേജർ സീനാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൊക്കെ ഒന്ന് ഇവിടെ ആകെ അലമ്പായെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ വന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. നല്ല സ്ലിപ്പറിയാണ്, തെന്നി നിലത്തേക്ക് വീഴും. നോക്കും കണ്ടൊക്കെ വരിക. ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് ഇനി കാകുളിത്തങ്ങോട്ട് കാരണം ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞത്
സൺഡേസ് ഒക്കെ ഇവിടെ ആമ്പലത്ത് വന്നിട്ട് അതെ വെള്ളമൊക്കെ അടിച്ചിട്ട് അത് അവിടെ ഇതുണ്ട്. അപ്പോൾ എല്ലാവരും കുളിക്കാൻ വേണ്ടി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഈ വഴി ഇറങ്ങും. ഈ ഇറങ്ങുമ്പോൾ ഒറ്റ തീറ്റിലർ. പിന്നെ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. ആ മൂട കിട്ടിയാൽ കിട്ടി. അതാ പറഞ്ഞത്, റിസ്ക് എടുത്താൽ കളിക്കാൻ നിൽക്കരുത്. ടാർപ്പൻ മൂട്. പിന്നെ നൂഡിൽസ്. ഇത് വെള്ളച്ചാട്ടം തൊട്ടിപ്പുറം തന്നെയുള്ള കടയാണ്.